ആദ്യം തന്നെ ആദ്യം തന്നെ മൈക്ക് വെച്ചു. വൈകിച്ചോ. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എമ്പുരാന്റെ നടന്നുകൊണ്ടിരിക്കണോ? അതൊന്നും സാരമില്ല. സാന്റ, എമ്പുരാൻ അറിയാമോ? പുതിയ മൂവി റിലീസ് ആവാൻ പോവാണ്. ലൂസിഫർ കണ്ടോ? പാട്ട് കേട്ടോ? ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല, പെട്ടെന്ന് ചോദിക്കാൻ. ദീപക്കേട്ട, ഞാൻ ചോദിക്കാം. ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോ എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും ഭയങ്കര ഒരു ഹാപ്പി ഫീൽ ആണ്, എപ്പോഴും ആഘോഷമാണ്, സെലിബ്രേഷൻ ആണ് അല്ലെ? ദീപക്കേട്ടനെ സംബന്ധിച്ച് ശരിക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് എന്താ? ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ഈ ഫ്രണ്ട്സ് ആയിട്ട് എല്ലാം ഒരുമിച്ച് കൂടി, ഫാമിലീസ് ഒക്കെ ഒരുമിച്ചിരിക്കുക, നമ്മുടെ ഫാമിലി, ക്ലോസ് ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് വിളിക്കുക, എന്നിട്ടിരുന്ന് ആഘോഷിക്കുക. കേക്ക് കട്ടി, വൈന്, ഭക്ഷണം, ഇതൊക്കെ തന്നെയാണ്. സമയമാകുമ്പോഴായിരിക്കും ക്രിസ്മസ് ട്രീ ഒക്കെ വീട്ടിൽ വെക്കുന്നത്. ഫാമിലിയോടൊപ്പം ഇങ്ങനെ ആഘോഷിക്കാൻ അവസരമൊക്കെ കിട്ടാറുണ്ടോ? കഴിയുന്നതും അല്ല, തിരക്ക് എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ക്രിസ്മസിനുണ്ടാവും. ക്രിസ്മസ്, ഓണം പോലത്തെ ഇതൊക്കെ വരുമ്പോ പ്രാവശ്യം എമ്പുരാന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്റെ സ്റ്റുഡിയോയിലെ ക്രൂ എല്ലാവരും വീട്ടിൽ വന്ന് അവരുടെ ഫാമിലീസ് ആയിട്ട് വന്ന് വീട്ടില്, അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളാണ് ഫസ്റ്റ്. അല്ല, എവിടെയും ഇപ്പൊ അങ്ങനെ അടുത്ത കാലത്തൊന്നും കരോള് വന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ ഫ്ലാറ്റിലെ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആർക്കും വരാനും പറ്റില്ലല്ലോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ ദേവനാദം കേട്ട് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ദീപക്കേട്ട മാത്രം പ്ലേ ചെയ്യാം. പഠിച്ചോ? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ പാടിരുന്നോര് ജപാലകൻ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ തെളിയും രാവിൽ താരകരാജനോടൊന്നു തിങ്കൾ കലപാടി ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും എമ്പുരാൻ സ്വന്തമാക്കിയിരുന്നു. 24 മണിക്കൂറിൽ 6,45,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച സിനിമയും എമ്പുരാൻ ആയിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് എമ്പുരാന് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡാണ്.